കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് PKSന്റെ ഒരു കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിലൊരു വനിതാ MLA ആണെന്ന് തോന്നുന്നു. കെ. ശാന്തകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയും ചേർന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി എന്തോ കൊടുക്കുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണുന്നത്. അതിന്റെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് PKS സംസ്ഥാന കമ്മിറ്റിയുടെ നിവേദനം സമർപ്പിച്ചു എന്നുള്ളൊരു ഹെഡിങ്ങോടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് SC/ST വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡും ലംസം ഗ്രാൻഡും 50% വർദ്ധിപ്പിക്കണമെന്നും പട്ടിക വിഭാഗ പ്രൊമോട്ടർമാരുടെ ഓണറ്റേറിയം 15,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും നിവേദനത്തിലൂടെ അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് ഈ വ്യക്തികൾ ആരാണെന്ന് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇതിൽ ഒരു വ്യക്തി ഈ ബാബു കെ പന്മന, ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഞാൻ നോക്കി, ഫേസ്ബുക്കിൽ തന്നെ നോക്കിയപ്പോ നിങ്ങൾ നോക്കാം, ഈ പ്രൊഫൈലിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു വായന, എഴുത്ത്, സാമൂഹ്യ പ്രവർത്തനം, അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരനുമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് PKS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെ തന്നെ ഇദ്ദേഹം സർക്കാർ ജോലിയിൽ എങ്ങനെ ജോലി ചെയ്യും, അങ്ങനെ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് രണ്ടും ഒത്തുചേർന്ന് പോകുക എന്നുള്ളത് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത് ഒരുപക്ഷെ PKSന് മാത്രമല്ല, കേരളത്തിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. PKS, അതുപോലെ തന്നെ ദലിത് കോൺഗ്രസ്, അതുപോലെ തന്നെ ദലിത് മോർച്ച, BJPയുടെ ദലിത് മോർച്ച, ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് സർക്കാർ ജോലി ഉള്ളപ്പോൾ തന്നെ ഇവർ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ഈ ഒരു എക്സാമ്പിൾ എന്റെ മുന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, കാര്യം ക്ലാരിറ്റി വരുത്തണമല്ലോ. അപ്പോ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം PKSൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ല പറയുന്നത്, ഈ ഒരു സമൂഹമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് കൊടുക്കുന്ന നിവേദനത്തിന്റെ ഫോട്ടോ ഇടുന്നു, അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ട്. ഇതൊക്കെ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഒരു സംശയമാണ് ഞാൻ നിങ്ങളത് ചോദിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയുമെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തണം. ഞാനിത് പറയാൻ കാരണം, നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രത്യേകം തൊഴുത്ത് നിർമ്മിച്ച് കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ SC/ST വിഭാഗത്തെ മുഴുവൻ ഒരു ഒരു അയിത്തം കൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും BJPയിലായാലും അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്നതിനോ നമ്മളെതിരല്ല. ഒന്നുമില്ല, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ മരിക്കുന്നവരെ ജീവിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനൊന്നും ഒരു എതിർപ്പില്ല. അത് കോൺഗ്രസിലാവുന്നെങ്കിൽ കോൺഗ്രസിലാവട്ടെ, BJP ആകുന്നെങ്കിൽ BJPയിലാവട്ടെ, അതൊക്കെയുള്ള ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ 3 പാർട്ടിയിലും പ്രത്യേകം പട്ടികജാതി വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ആ മാറ്റി നിർത്തുന്നത് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നവർ, ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി, അങ്ങനെ വരുന്ന ആ ഒരു സ്ഥാനം വഹിക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗം കിട്ടുകയും അവർ ഈ ജോലി കിട്ടുന്നതിന്റെ ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിക്കൊണ്ട് പോകാറുണ്ട്. കാരണം നമ്മൾ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എല്ലിൻ കഷ്ണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒന്നുകിൽ ഇത് നിയമവിരുദ്ധമാണ് എങ്കിൽ ഇത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. അതേപക്ഷം ഇത് നിയമപരമായി അനുവദിക്കുന്നതാണ് എങ്കിൽ, ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് പോകാമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പോ ഈ പറയുന്ന ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഇതിപ്പോ ദളിത് കോൺഗ്രസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള PKS തന്നെ ആയാലും, എല്ലാവരും ഇത് പുലർത്തുന്നു എങ്കിൽ ഇദ്ദേഹം തെറ്റുകാരനല്ല. ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ നിയമസാധ്യതകൾ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഇത് അറിയണം, ഇതിന് വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടാകുന്നു എങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് നിങ്ങളടുത്ത് യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെയല്ല. പക്ഷെ കൃത്യമായിട്ടും ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഇത് നിയമപരമായി അനുവദിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഇനി ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാം. അതായത് ദലിത് പ്രവർത്തനമാവട്ടെ, അല്ലെങ്കിൽ SC/ST സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാവട്ടെ, അതിനൊപ്പം ഈ സ്ഥാനവും നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, യാതൊരു വിരോധവും ഇല്ല. അപ്പോൾ വീഡിയോ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം.